ലെവലല്ലേ പടം വേറെ ലെവലല്ലേ? നിങ്ങളൊരു പടം പ്രതീക്ഷിച്ചിട്ടാണോ കയറിയത്? നിങ്ങളൊരു പടം പ്രതീക്ഷിച്ചാൽ ഞാൻ ഈ പടം ഒരു പ്രാവശ്യം കണ്ട പടം ഒരു പ്രാവശ്യം ഞങ്ങളെ കൂടി അവിടെ ഇതിൻ്റെ ഫസ്റ്റ് സാധനം കണ്ട ആളാണ്. പിന്നെ ഞാൻ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യാസികയുടെ ഒക്കെ അഭിനയം ആ അഭിനയം വേറൊരു ലെവലാണ്. അപ്പോൾ അഭിനയം പഠിക്കാൻ പോണ ആളാണ്. അപ്പോൾ അഭിനയം പഠിക്കാൻ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അഭിനയം പഠിക്കാൻ പോണതിന് വേഗം ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം. നമ്മൾ വീണ്ടും വീണ്ടും കാണും. ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ആൾ എങ്ങനെയാണ് അഭിനയിച്ചേക്കണേ. കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ ഒരു പടത്തിൻ്റെ ത്രില്ലിൽ നമ്മളിരിക്കും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം ആളെങ്ങനെയാണ് ചെയ്തേക്കണേ എന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു വീണ്ടും വീണ്ടും പടങ്ങൾ കാണാം, നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം. അപ്പോൾ എനിക്ക് തോന്നി ബെസ്റ്റ് പടം ആസിഫ് അലിയുടെ കൊണ്ട് ഈ പടം തോന്നി. അത് ഞാൻ വീണ്ടും കാണാൻ വന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്വിസ്റ്റാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ട്വിസ്റ്റാണ്. പടം തീരുന്നത് വരെ ട്വിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പടം കാണാം. അത്രയും നല്ല ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ പടം ഞാൻ പ്രതീക്ഷിക്കാം. എൻ്റെ പടം 2 മാസം കഴിഞ്ഞ് കല്യാണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആളെ യൂസിന് വരണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ട് തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്ര നാളെ ഇങ്ങനെ അഭിനയമൊക്കെ ഒന്ന് പഠിക്കണം. അത് ഞാൻ പരസ്യത്തിൽ പറഞ്ഞ പോലെ USA ഇംഗ്ലീഷ് ഷോയ്ക്ക് പോകാനുള്ളതാണോ? പരസ്യമല്ലേ? അല്ല, അതിന് അതേപോലെ പ്ലാൻ ഉണ്ടോയെന്ന് ചോദിക്കുക. നമ്മളൊക്കെ അങ്ങനെ പോയെന്ന് കേടും. പിന്നെ പറയാൻ കാര്യമുണ്ട്, മലയാളീസിനൊരു സ്വഭാവമുണ്ട്. എവിടെ ചെന്നാൽ നമ്മളെല്ലാം കയറി പിടിക്കും ഇല്ലേ? നമ്മളങ്ങനെയല്ലേ? മലയാളീസ് എവിടെ ചെന്നാലും എന്തെന്ന് നേടും. എല്ലാ കൺട്രികളിലും നോക്കി അവരെല്ലാം കൂടുതൽ നിറഞ്ഞു നിൽക്കണം. നമ്മളില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. മലയാളീസ് ഇല്ലാത്ത സ്ഥലമല്ല. അത് മലയാളീസ് എവിടെ കയറിയാലും അവർ പൊളിക്കും. അങ്ങനത്തെയാണ് മലയാളീസിൻ്റെ ഒരു നമ്മുടെ സ്വഭാവം. അങ്ങനെയല്ലേ? കാരണം നിങ്ങൾ തന്നെ മീഡിയാസ് ആലോചിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവെന്ന് വെച്ചാൽ എന്ത് സാധനവും പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും മോഡൽ നിങ്ങൾ ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെവിടെ പോയാലും വിജയിക്കും. മലയാളീസ് എവിടെ പോയാലും വിജയിക്കും, ഉറപ്പാണ്. 100% ചോദിക്കേണ്ട പറഞ്ഞു. അതായത് നമ്മൾ അമലപ്പോളിൻ്റെ മൂവി എന്ന് വെച്ചാൽ അവരുടെ ഇപ്പം ഞാൻ ആക്ടിങ് പഠിക്കാൻ പോകുന്നുണ്ട്. ആക്ടിങ് പഠിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആക്ടിങ് പഠിപ്പിക്കുന്ന ആൾക്കാരായാലും കുറേ ഡയറക്ടർമാരെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മൂവികൾ വീണ്ടും വീണ്ടും കാണും. അവരുടെ അഭിനയം വീണ്ടും വീണ്ടും കണ്ടു പഠിക്കുക. ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ പടത്തിൻ്റെ ത്രില്ലാണ്. നമ്മൾ രണ്ടാമത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. കാരണം പടം നമ്മൾ കണ്ടു കഴിഞ്ഞാളുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ആസിഫിൻ്റെ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ അമലപ്പോളിൻ്റെ ഒക്കെ അഭിനയം കണ്ടിട്ട് നമുക്ക് ഒരു പഠിക്കാനും ഒരുപാടുണ്ട്. നമുക്ക് എന്താ ചെയ്യുക എന്താവുന്നത്. പിന്നെ പടത്തിൻ്റെ ട്വിസ്റ്റ് വേറെ ലെവലായതുകൊണ്ട് നമുക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നല്ല പടമാണ്. ആസിഫിൻ്റെ ആസിഫിലും മറ്റേ അമലപ്പോളിൻ്റെ ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ ഒരു 100% ചാൻസ് ഉള്ള പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതേപോലത്തെ റോളൊന്നും ചെയ്യുമോ? ഇതുപോലത്തെ റോളൊന്നും തീർച്ചയായിട്ടും ചെയ്യും. ആരെയും തരൂ. ഇപ്പോൾ ഫിസിക്ക് മാറ്റേണ്ടി വന്നല്ലോ. ഇത് ഫിസിക്ക് മാറ്റി നോക്കുന്നത് വണ്ണം കുറച്ച് കണ്ടില്ലേ? അതിനുവേണ്ടി ഡയറക്ടർമാർ പറഞ്ഞിട്ട് ചെയ്യണത്. ഞാൻ വണ്ണം ഇത്രയും കുറച്ച് നിങ്ങൾ ആരും കണ്ടില്ല. നമ്മൾ അത്രയും വണ്ണം കുറച്ച് കൊണ്ടാണ്. കാരണം ഒരു 2 പടം എഗ്രിമെൻറ്റ് കഴിഞ്ഞാണ് അടുത്ത ഒരു പടം 3 പടമായിട്ട്. അപ്പോൾ 3 പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ണം കുറച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മസിലൊക്കെ കുടിച്ച് നടന്നത് മുൻപായിട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മസിലൊക്കെ കളഞ്ഞ് സാധാ ലുക്കിലേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലുക്കിലേക്ക് മാറിയത്. അപ്പോൾ ദൈവം സഹായിച്ച് പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പടം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സത്യം പറയാൻ ബിഗ് ബോസിൽ പോയത്. ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചാണ് അവിടെ പോയത്. വേറെ ഒന്നുമല്ല. കാരണം ശരി എല്ലാവരും ഇനാക്ഷൻ ചെയ്യണം കാണുന്നത് അതൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഫ്രണ്ട്സ് അതൊക്കെ ചെയ്യണം അത്രേ ഉള്ളൂ. അല്ലാതെ അതല്ല നമ്മുടെ എയിം. നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്തതിന് ഭയങ്കര നന്ദിയുണ്ടാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത മീഡിയാസ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മീഡിയാസിനോട്. കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോഴും നിങ്ങൾ എന്നെ എന്തുകൂടി സപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാവണം. കാരണം ജനങ്ങൾ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ മീഡിയാസിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വരണത്. തീർത്താ നന്ദിയുണ്ട് എല്ലാവരോടും. എല്ലാവരും കല്യാണത്തിന് പറഞ്ഞോട്ടാ. കല്യാണം എപ്പോഴും ക്ഷണിച്ചോളാം. കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന്. കല്യാണം സെപ്റ്റംബറിലുണ്ടാവും. ഡേറ്റ് തീരുമാനിച്ചുള്ള. ഇവിടുത്തെ വേറെ ആളുടെ ഡേറ്റ് നോക്കിയിട്ടാണ് വെക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഭാവി പദവിനെ പറ്റിയൊന്നും അത് പാവാണ്. അത് അമേരിക്കയിൽ എല്ലാ ദിവസം പള്ളി പോകുന്ന ആൾക്കാരെ കണ്ടല്ലോ. അതാണ് അമേരിക്കയിൽ എല്ലാ ദിവസം പള്ളി പോകും. ഇത്രയുള്ള ഡ്രസ്സ് എടുത്ത് നടക്കുള്ളൂ. അമേരിക്കയിലെന്ന് പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണോ ഇതിൻ്റെ കാണുന്നത് അതോ അതിന് മുന്നേ? അയ്യോ 3 വർഷമായി. 3 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത്. അവരുടെ വീട്ടുകാർക്ക് എന്നെ ഇത്രയും ഇഷ്ടമായിരുന്നില്ല. അതായത് അമ്മയ്ക്കും
അവർ വിചാരിക്കാൻ എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, അവർക്ക് അവിടെ ഉള്ള ഒരാളെ കെട്ടിക്കണമെന്ന് ആഗ്രഹം. അത് ആഗ്രഹിക്കുന്നത് നല്ലതാണ്, കാരണം മക്കളുടെ കൂടെ ഉണ്ടാവില്ല എപ്പോഴും. നല്ല തന്നെ കാരണം അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ല തന്നെയാണ്. പക്ഷെ അവൾ വിട്ടില്ല, അവൾ നമ്മൾ തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു ഉള്ളത്. എനിക്ക് ഇവിടെ വേറെ കല്യാണം വന്നിട്ട് ഞാൻ തന്നെ വേണമെന്നുള്ള വാശിയിലായിരുന്നു. എന്നിട്ട് പിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ്, ആൾക്ക് ഒരു പ്രാവശ്യം കണ്ട് മതിയായില്ല, വീണ്ടും കാണാൻ വന്നേക്കാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും കാണാൻ വന്നിട്ടുണ്ട്, അഭിനയം പിടിക്കാൻ വന്ന. അപ്പോൾ നിങ്ങൾ ഇനിയും വീണ്ടും കാണാൻ പടം വീണ്ടും കണ്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അത് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ട് ഇതിനകത്ത്. ഈ ഫിലിം ചെയ്യുന്ന ആൾക്കാരായാൽ പോലും അവർക്ക് ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാരായാൽ പോലും പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എങ്ങനെ ഒരു പടം ലെവലിൽ കൊണ്ടുവന്ന് വെക്കാം എന്നുള്ളത് അത് വേറെ ലെവലാണ്. പുതിയ തലമുറ നമ്മൾ പടം ഡയറക്ഷൻ ചെയ്യേണ്ടിക്കാൻ നല്ല കാര്യമായിരിക്കും. ഇതിൽ എഗ്രിമെൻ്റ് ചെയ്തേക്കുന്ന 2 സിനിമയിൽ നായകനായിട്ടാണോ അതോ? നായകനായിട്ടാണ്. 2 പടം 3 പടം ആയിട്ടുണ്ട്, 3ലും നായകനാണ്. അതായത് നായകനായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നാണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ കഥാപാത്രങ്ങൾ തേടിയെത്തുന്നതിനുള്ള പ്രാർത്ഥിക്കാം. അപ്പോൾ പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്ത് പടം 3 വന്നിട്ട് അത് ഞാൻ എന്തായാലും ആഫ്റ്റർ മാരേജേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ. മാരേജ് പടം ചെയ്യുള്ളൂ. കാരണം അതൊന്നുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത്ര നാൾ കുറച്ച് അഭിനയമൊക്കെ പോയി പഠിക്കട്ടെ, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ.